ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ 10 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അപ്പോഴും ഭൂരിഭാഗം ആൾക്കാരും തെറ്റിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പോൾ ചെയ്ത സമയത്ത് ഒരുപാട് പേര് തെറ്റിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം അജിത് ഈസ് ഡാഷ് ദാൻ സ്ട്രോങ്. വൈസർ ആണോ, മോർ വൈസർ ആണോ, മോർ വൈസ് ആണോ, വൈസസ്റ്റ് ആണോ? ഒന്ന് ആലോചിച്ചിട്ട് വേഗം ആൻസർ പറഞ്ഞേ. അജിത്ത് ഇസ് ഡാഷ് ദാൻ സ്ട്രോങ്. ആൻസർ മോർ വൈസ് ആണ് കേട്ടോ, മോർ വൈസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? മോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി ആണ് കേട്ടോ. പോസിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അജിത്തിൻ്റെ തന്നെ അവൻ്റെ ശക്തിയും അതുപോലെ തന്നെ അവൻ്റെ ബുദ്ധിയും കുറിച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഷീ ഈസ് ഡാഷ് ദാൻ ഫാറ്റ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഒരേ ടൈപ്പ് തന്നെയാണ്. ഷീ ഈസ് ഡാഷ് ദാൻ ഫാറ്റ്. അപ്പോൾ അവളുടെ വണ്ണത്തിനെയും അതുപോലെ തന്നെ അവളുടെ പൊക്കത്തിനെയും കുറിച്ചാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം? മോർ വേണം, പിന്നെ പോസിറ്റീവ് ഡിഗ്രി വേണം. അപ്പോൾ പലരും ഈ മോറ് ഓർത്ത് വയ്ക്കും, എന്നിട്ട് ഈ ഷോർട്ടർ എന്നുള്ള ആൻസർ കൊണ്ടുപോയിട്ട് കുത്തും. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, മോറും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി വേണം വരാൻ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. തേർഡ് വൺ. ഗീതു ഈസ് ഡാഷ് ദാൻ വിമല. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഗീതു ഈസ് ഡാഷ് ദാൻ വിമല. മോർ വൈസ് ആണോ, വൈസർ ആണോ, മോർ വൈസർ ആണോ, വൈസസ്റ്റ് ആണോ? ആൻസർ വൈസർ ആണ്. ഓക്കെ, എന്താ കാര്യം? ഇവിടെ ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് തമ്മിലും എല്ലാം കമ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ കമ്പയർ ചെയ്തിട്ടുള്ളത്? ഗീതുവിനെയും വിമലേനെയും തമ്മിലാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ രണ്ട് വ്യക്തികളെ തമ്മിലാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വൈസിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താ? വൈസർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? വൈസർ ആണ്. നാലാമത്തെ ചോദ്യം നോക്കാം. ഓഫ് ദ 2 പെൻസ് ദ റെഡ് വൺ ഇസ് ദ ഡാഷ്. ആൻസർ ബെസ്റ്റ് ആണോ, ബെറ്റർ ആണോ, ഗുഡ് ആണോ? ആൻസർ ബെറ്റർ ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം പലരും ഇവിടെ ബെസ്റ്റ് എന്നുള്ള ആൻസർ കുത്തിയിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദ ഉണ്ടല്ലോ, പിന്നെ സൂപ്പർലേറ്റീവ് അല്ലേ വരേണ്ടത് എന്നുള്ള രീതിയിൽ പലരും ബെസ്റ്റ് കുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ രണ്ട് പേനകൾ തമ്മിലുള്ള കമ്പാരിസണാണ്. രണ്ട് പേനകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ സൂപ്പർലേറ്റീവ് വരില്ല. എപ്പോഴാണ് സൂപ്പർലേറ്റീവ് വരിക? 3 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കേസുകളാണ് നമ്മൾ സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ട് പേനകളുള്ള കേസാണ് ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? കമ്പാരിറ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഗുഡ്, അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താ? ബെറ്റർ, സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റ്. അപ്പോൾ ഇവിടെ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് കേട്ടോ. ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ദ കാണുമ്പോൾ എപ്പോഴും സൂപ്പർലേറ്റീവ് ആവണം എന്നില്ല. അപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഷീ ഈസ് ഡാഷ് എമംഗ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. ആൻസർ എന്താ? സ്മാർട്ടസ്റ്റ് ആണോ, ദ സ്മാർട്ടസ്റ്റ് ആണോ, സ്മാർട്ടർ ആണോ, ദ സ്മാർട്ടർ ആണോ? ആൻസർ ദ സ്മാർട്ടസ്റ്റ്. ഇത് പലരും ശരിയാക്കിയിട്ടുണ്ടാവും. കാരണം മുഴുവൻ ക്ലാസ്സിലും ക്ലാസ്സിലത്തെ എല്ലാ സ്റ്റുഡൻസും വെച്ച് നോക്കുമ്പോൾ അവളാണ് ഏറ്റവും സ്മാർട്ടസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും രണ്ടിൽ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ പ്ലസ് സൂപ്പർലേറ്റീവ് ആണ് വരിക. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം. ദ ഓൾഡർ വി ഗ്രോ ഡാഷ് വി ബിക്കം. വൈസർ ആണോ, ദ വൈസർ ആണോ, വൈസസ്റ്റ് ആണോ, ദ വൈസസ്റ്റ് ആണോ? ആൻസർ ദ വൈസർ ആണ്. ദ ഓൾഡർ വി ഗ്രോ, ദ വൈസർ വി ബിക്കം. റീസൺ എന്താ? അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദ പ്ലസ് കമ്പയറിറ്റീവ്, അതുപോലെ തന്നെ ദ പ്ലസ് കമ്പയറിറ്റീവ്. ഈ ഒരു റൂളാണ് കേട്ടോ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ദ പ്ലസ് കമ്പയറിറ്റീവ്, അതുപോലെ തന്നെ ദ പ്ലസ് കമ്പയറിറ്റീവ്. ഇപ്പോൾ ഇവിടെ ദ പ്ലസ് കമ്പയറിറ്റീവ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ദ പ്ലസ് കമ്പയറിറ്റീവ് ഫോം. വൈസിൻ്റെ കമ്പയറിറ്റീവ് ആണ് വൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ്. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ് അല്ലേ. ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ഇവിടെയും സെയിം റൂൾ തന്നെയാണ്. ദ പ്ലസ് കമ്പയറിറ്റീവ്, ഇവിടെയും ദ പ്ലസ് കമ്പയറിറ്റീവ്. ഗ്രേറ്റിൻ്റെ കമ്പയറിറ്റീവ് ആണ് ഗ്രേറ്റർ. ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. ദേ ലാഫ്ഡ് അറ്റ് ഹിം, ഹി ബിക്കെയിം ആംഗ്രി. ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം ഡാഷ് ഹി ബിക്കെയിം. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം ഡാഷ് ഹി ബിക്കെയിം.
ദ ആംഗ്രിയർ ആണ് കേട്ടോ. അപ്പോൾ പലരും ഇവിടെ പോയിട്ട് ദ മോർ ആംഗ്രി എന്നുള്ള ആൻസറൊക്കെ ചിലപ്പോൾ കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യമാണ്, ദ പ്ലസ് കമ്പാരിറ്റീവ് ആണെങ്കിൽ അടുത്ത ഭാഗത്തിലും എങ്ങനെയായിരിക്കും, ദ പ്ലസ് കമ്പാരിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പലരും ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ദ മോർ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും ദ മോർ എന്നുള്ള രീതിയിലൊക്കെ പലരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ മോർ ഉദ്ദേശിച്ചിട്ടുള്ളത് കമ്പാരിറ്റീവ് ആണെന്ന് കാണിക്കാനാണ് കേട്ടോ, അല്ലാണ്ട് ഇവിടെ മോർ ഉണ്ടെങ്കിൽ ഇവിടെയും മോർ ചേർക്കണം എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ ഇവിടെ നോക്കി, ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം, ഇവിടെ എന്താ വരിക, ദ പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി വേണം വരാൻ അല്ലേ. ആംഗ്രിയുടെ കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ആംഗ്രിയർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ദ ആംഗ്രിയർ എന്നുള്ള ആൻസർ കറക്റ്റായിട്ട് വരാൻ കാര്യം. 9ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് എ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഫ്രം ദ 3 ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ്, ഫ്രം ദ 3 ഷീ ഈസ് ദി സ്മാർട്ടർ, ഷീ ഈസ് ദി സ്മാർട്ടർ ഓഫ് ദ 3, ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദ 3. എന്താണ് ആൻസർ വരിക? ആൻസർ ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദി 3 ആണ് കേട്ടോ. ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദി 3. എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയേ? ഇവിടെ നമുക്കറിയാം 3 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണ് അല്ലേ, 3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ഫോമായിട്ടുള്ള സ്മാർട്ടർ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അത് വരുന്ന 2 ഓപ്ഷൻസ്, ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഫ്രം ദ 3 ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ്, അല്ലെങ്കിൽ ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദി 3. ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുക? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 2 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കമ്പാരിസൺ വരുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ, അല്ലാണ്ട് ഫ്രം അല്ല. അപ്പോൾ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഷീ ഈസ് ദി സ്മാർട്ടസ്റ്റ് ഓഫ് ദ 3. 3 പേരിൽ വെച്ച് നോക്കുമ്പോൾ അവളാണ് ഏറ്റവും സ്മാർട്ടസ്റ്റ്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2 പേരുടെ കമ്പാരിസൺ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോം ആണ് കേട്ടോ. ഇവിടെ 3 പേരായതുകൊണ്ടാണ് ദ പ്ലസ് സൂപ്പർലേറ്റീവ് ഫോം വന്നത്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഇതേപോലെ തന്നെ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഫ്രം ദ 2 ഷീ ഈസ് ദി ക്യൂട്ടർ, ഫ്രം ദ 2 ഷീ ഈസ് ദി ക്യൂട്ടസ്റ്റ്, ഷീ ഈസ് ദി ക്യൂട്ടർ ഓഫ് ദ 2, ഷീ ഈസ് ദി ക്യൂട്ട് ഓഫ് ദ 2. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ ഷീ ഈസ് ദി ക്യൂട്ടർ ഓഫ് ദ 2 ആണ് കേട്ടോ. 2 പേര് തമ്മിലുള്ള കമ്പാരിസണാണ് അല്ലേ, 2 പേര് ഓഫ് ദ 2 ആണ്. അപ്പോൾ 2 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ എന്താ വരണ്ടേ? ദ വരണം, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി വരണം അല്ലേ, കമ്പാരിറ്റീവ് ഡിഗ്രി വരണം. അപ്പോൾ ക്യൂട്ടിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ക്യൂട്ടർ ആണ്, 3rd ഫോം ക്യൂട്ടസ്റ്റ് ആണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്യൂട്ടസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഷീ ഈസ് ദി ക്യൂട്ടർ ഓഫ് ദ 2 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാളുടെ തന്നെ 2 ക്വാളിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ മോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി 2 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുക. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഓഫ് ദ 2 എന്നൊക്കെ പറഞ്ഞ് വരുന്ന കേസാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വേണം യൂസ് ചെയ്യാൻ കേട്ടോ, ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി 3ഓ അതിൽ കൂടുതലോ വരുന്ന കേസുകളാണ് ദ സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഓഫ് ദ 2 സിസ്റ്റേഴ്സ് ഷീ ഈസ് ദി ബെസ്റ്റ്. ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഓഫ് ദ 2 സിസ്റ്റേഴ്സ് ഷീ ഈസ് ദ ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പലർക്കും പലപ്പോഴും ആയിട്ട് മാറിപ്പോവാറുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കമൻറ്റ് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.